അങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ ശിവനോട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇപ്പോൾ സ്റ്റാൻലിയെ തെരഞ്ഞിട്ടാണ് പോയിരുന്നത്, അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വൈജയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ ഇതാകെ പ്രശ്നമാവും. കാരണം എന്താ വെച്ചാൽ അലീന വൈജയുടെ മകളാണെങ്കിൽ വൈജ എവിടെ എന്നൊക്കെ ആയിരിക്കും സ്റ്റാൻലിയുടെ അടുത്ത ചോദ്യം. അപ്പോൾ വൈജയെ തെരഞ്ഞിട്ട് സ്റ്റാൻലി വരും. അപ്പോൾ പിന്നെ നമ്മൾ മുഴുവൻ അലീനയുടെ ജന്മരഹസ്യം മുഴുവനെ നമ്മൾ കുഴിയിൽ നിന്ന് കുത്തിപ്പൊക്കിയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഒന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ യുദ്ധം ജയിക്കുക, അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെ മുന്നിലും കീഴടങ്ങുക. ഇതിൽ എന്തെങ്കിലും ഇപ്പം നമ്മളിതിൽ വേഗം ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ശിവൻ പറയുന്നുണ്ട്, ഗംഗേട്ടൻ പറയുന്നത് കേട്ടാൽ ഈ കേസ് ആകെ കോംപ്ലിക്കേഷൻ ആണല്ലോ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതെ ഈ കേസ് ആകെ കോംപ്ലിക്കേഷനായി മാറിയിരുന്നു, അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വൈജയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരിച്ച് പറഞ്ഞേക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ആകെ പ്രശ്നമാണെന്ന്, അതുകൊണ്ട് നമുക്ക് രണ്ടാക്കും പോയി വൈജയോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഗംഗേട്ടൻ വൈജയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ വൈജ പറയണ്ടേ, എനിക്ക് മാത്രമല്ല ഇവിടെ തലയ്ക്ക് ഒഴിവില്ലാത്തുള്ളൂ, നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമാനും ബുദ്ധിമതികളല്ലേ, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്ത് സംസാരിക്കാനാന്ന് പറയണ്ട. ആ സമയത്ത് നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക, നീ അലീന ആ വീട്ടിൽ നിന്ന് എന്ന് ഇറങ്ങിയോ അപ്പം തുടങ്ങും നിൻ്റെ കുടുംബത്തിലെ പ്രശ്നം, നിൻ്റെ കുടുംബം ചിന്ന പിന്നാവും, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വൈജ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും പോയില്ല ഗംഗേട്ട, അവളുള്ള വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും പോയില്ല, ഒന്നില്ലെങ്കിൽ ഞാൻ ഒന്നില്ലെങ്കിൽ അവൾ, അത് ഞാൻ മരിച്ചാലും വേണ്ടില്ല, അവളുള്ള വീട്ടിലേക്ക് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. നമ്മുടെ ഗംഗേട്ടനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും അവർ തിരിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് ശിവനോട് പറഞ്ഞു, എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട് അവളെ വർത്തമാനം കേൾക്കുമ്പോൾ, എല്ലാം തുറന്നു പറഞ്ഞാലൊന്ന് തോന്നുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്.